ജനസംഖ്യ നിയന്ത്രിക്കാതിരുന്നാൽ പ്രകൃതി തന്നെ അത് നിയന്ത്രിക്കുമെന്നാണ് വൈപ്പ്. ചരിത്രാതീത കാലം മുതലേ ശിശുക്കൾ ബലി കൊടുക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അബോർഷൻ വഴിയായി പ്രതിവർഷം 8 കോടി ഗർഭസ്ഥ ശിശുക്കളും 3000-ൽ 2 എന്ന തോതിൽ ജനിച്ച ശിശുക്കളും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ദാരിദ്ര്യവും പട്ടിണിയും പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും അപകടങ്ങളും പകർച്ചവ്യാധികളും മറ്റുമായുള്ള കൂട്ടമരണങ്ങൾ കൂടി വരുന്നതേയുള്ളൂ. ജനനത്തിലേക്ക് നയിച്ചിട്ട് നശിപ്പിക്കുന്ന ജീവലോകത്തിൻ്റെ സ്വഭാവം മൂലം ജനിച്ചവരും ജനിക്കാത്തവരും തമ്മിലുള്ള പോർമുഖമാകാം ഇത്. ലോകം നയിക്കുന്നത് ജീവിക്കുന്ന മനുഷ്യരാകയാൽ പരിഹാരമാർഗം നാം തന്നെ സ്വീകരിക്കണം. ആത്മനിയന്ത്രണത്തിലൂടെ വേണം ജനസംഖ്യ നിയന്ത്രിക്കപ്പെടാൻ. ഭക്ഷ്യവസ്തുക്കളുടെ ആവശ്യം കുറയുന്നതോടെ എല്ലാ ജീവജാലങ്ങളിലും അംഗസംഖ്യ കുറഞ്ഞു വരും. അതോടെ ജനിച്ചവരും ജനിക്കാത്തവരും തമ്മിലുള്ള അനുപാതം കുറയുകയും പ്രകൃതി ശാന്തമാകുന്ന അനുഭവം ഉണ്ടാകുകയും ചെയ്യും. പ്രകൃതി ജീവലോകത്തിൻ്റെ മുഖക്കണ്ണാടിയാണ്.